നിങ്ങൾ ഇതിനു മുൻപും ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. കൃത്യമായിട്ട് ഇതേ വഴക്കല്ലെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവമുള്ള ഒന്നിലൂടെ. നിങ്ങളുടെ പാർട്ണറോ വേണ്ടപ്പെട്ടവരോ ഫ്രണ്ടോ പാരൻസോ നിങ്ങളോടൊരു വാചകം പറയുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. എങ്ങനെയാണെന്നറിയില്ല, വെറും 4 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്നത് ഒരേ കാര്യത്തെക്കുറിച്ച് ആയിരിക്കില്ല, മറിച്ച് തികച്ചും വ്യത്യസ്തമായ 2 വിഷയങ്ങളെക്കുറിച്ചായിരിക്കും. 17ാമത്തെ വയസ്സ് വരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. അവരുടെ ഉള്ളിൽ അത് നിങ്ങളോടുള്ള സ്നേഹവും പരിലാളനയും കരുതലും ഒക്കെ ആയിട്ടായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷെ നമ്മുടെ തലച്ചോറ് അതിനെ പ്രോസസ്സ് ചെയ്തിരുന്നത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ്. പുറത്തു വന്ന വാക്കുകൾ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഒരേ മുറിയിൽ ഒരേ സമയം 2 പേരുടെ തലച്ചോറുകൾക്കുള്ളിൽ നടന്നത് തികച്ചും വ്യത്യസ്തമായ 2 സംഭവങ്ങളാണ്. നിങ്ങളുടെ അധ്യാപകൻ ഒരു വിഷയം 2 തവണ വിശദീകരിച്ച് തരുന്നത് ഓർത്തിട്ടുണ്ടോ? രണ്ടാമത്തെ തവണ കുറച്ചുകൂടി പതുക്കെ, ഒരുപക്ഷെ കുറച്ചുകൂടി ശബ്ദം കൂട്ടിയായിരിക്കാം അത് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അതായത് വേഗത കുറച്ച് ശബ്ദം കൂട്ടി. പക്ഷേ എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ല. അതിന് കാരണം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അവിടെ എന്തിനായിരുന്നോ പ്രശ്നമുണ്ടായിരുന്നത്, ആ പ്രശ്നത്തെ വെറുതെ വിശദീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ബോസ് വാട്സപ്പിൽ ഒരു വരി മെസ്സേജ് അയക്കുന്നു. അതൊരു കുത്തോ കോമയോ ഒന്നുമില്ലാത്ത മെസ്സേജാണ്. അത് വായിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ആ ദിവസം ഫുള്ള് നശിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അതോ ഇനി എൻ്റെ ജോലി പോകുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. നമ്മൾ ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ചോദ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം എന്നൊരഹങ്കാരം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് 2 പേർ ഒരേ വാചകം കേൾക്കുമ്പോഴും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ 2 അർത്ഥങ്ങൾ അവർ മനസ്സിലാക്കുന്നു? ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ഉത്തരം നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലം എന്നുള്ളതാണ്. ആരോ ഒരാൾ വ്യക്തമായിട്ട് സംസാരിച്ചില്ല, അല്ലെങ്കിൽ ആരോ ഒരാൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല. സോ വാക്കുകൾ ശരിയാക്കിയാൽ പ്രശ്നം തീരും എന്ന് നമ്മൾ കരുതും. എന്നാൽ ആ ഉത്തരം പൂർണ്ണമായിട്ടും തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ വ്യത്യസ്ത ആളുകളുമായിട്ട് ഒരേ കാര്യത്തിന്മേൽ നമ്മൾ വീണ്ടും വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആശയവിനിമയം എന്ന് പറയുന്നത് ഒരിക്കലും സംസാരിക്കുന്നതിനെ കുറിച്ചല്ല. ആശയവിനിമയം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലുള്ള അതേ ചിത്രം മറ്റൊരാളുടെ തലച്ചോറിനുള്ളിൽ നിർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ, അതായത് ഭാഷ, ഒരിക്കലും ചിത്രങ്ങൾ നേരിട്ട് കൈമാറാൻ ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നല്ല. നമ്മൾ നമ്മുടെ ഭാഷ കൊണ്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഈ ജോലിക്ക് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സത്യം ആരും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നാം കേട്ടോ. അതിനാൽ തുറന്ന മനസ്സോടു കൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിങ്ങളുടെ തലച്ചോറ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ അതേപടിയല്ല അനുഭവിക്കുക, മറിച്ച് അത് സ്വന്തമായിട്ടൊരു ലോകം സിമുലേറ്റ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ ആഖ്യാനിക്കുകയോ പ്രോസസ്സ് ചെയ്യുകയോ അല്ല ചെയ്യുന്ന. ഓരോ സെക്കൻഡിലും പൂർണ്ണമായും പൂജ്യത്തിൽ നിന്ന് അത് റിയാലിറ്റിയെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറ് പ്രവേശിക്കുന്നത് ഈ ലോകത്തിലേക്കല്ല, പകരം അതിന് സ്വന്തമായൊരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ ശബ്ദവും വെളിച്ചവും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്ന പ്രകാശ കിരണങ്ങളെയും ചെവികളിലേക്ക് എത്തുന്ന ശബ്ദ തരംഗങ്ങളെയും തലച്ചോറ് വെറും സിഗ്നൽസായിട്ട് മാത്രമാണ് കാണുന്നത്. തലച്ചോറ് ഒരിക്കലും ഒരു മുഖം നേരിട്ട് കാണുന്നില്ല. അത് ഈ തലയോട്ടിക്കുള്ളിൽ സേഫായിട്ടിരിക്കുകയാണ്. സോ ബ്രെയിനിന് ലഭിക്കുന്നത് പല തീവ്രതയിലുള്ള പ്രകാശത്തിൻ്റെ സ്കാറ്ററിങ് മാത്രമാണ്. ആ ഇൻപുട്ടുകളെ വെച്ച് അവിശ്വസനീയമായ വേഗതയിൽ തലച്ചോറ് ഒരു ഗസ്സിങ് നടത്തും. ഈ പാറ്റേൺ മിക്കവാറും ഒരു മുഖമായിരിക്കാമെന്ന് ഗസ് ചെയ്യും, അല്ലെങ്കിൽ ഈ കേൾക്കുന്നത് ഇന്നയാളുടെ ശബ്ദമായിരിക്കാമെന്ന് ഗസ് ചെയ്യും. ന്യൂറോ സയൻസിൽ ഇന്ന് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നതും ശക്തമായ തെളിവുള്ളതുമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മോഡലാണിത്. ഇതിനെയാണ് പ്രെഡിക്റ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. കാൾ ഫ്രിസ്റ്റനെ പോലെയുള്ള ഗവേഷകരും ആൻഡി ക്ലാർക്കിനെ പോലെയുള്ള തത്വചിന്തകരും പറയുന്ന ഒരു കാര്യമുണ്ട്. തലച്ചോറ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു പ്രെഡിക്ഷൻ മെഷീനാണ്. അത് വിവരങ്ങൾ ലഭിക്കാൻ കാത്തിരുന്നിട്ട് അതിനുശേഷം മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇതുവരെ അതിൻ്റെ ചരിത്രത്തിൽ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അത് മുൻകൂട്ടി പ്രവചിക്കുന്നു. ആ പ്രവചനവും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ തലച്ചോറ് കാര്യമായിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഒരു വാചകം എത്തുമ്പോൾ അത് വെറുതെ വായുവിൽ അതിൻ്റെ അർത്ഥം വേർതിരിച്ചെടുക്കുകയല്ല. ആ ശബ്ദത്തെ സ്വീകരിച്ച ശേഷം വളരെ വേഗത്തിൽ അതിൻ്റെ വിടവുകൾ, ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 5 കാര്യങ്ങളാണ് തലച്ചോറ് ഉപയോഗിക്കുക എന്ന് പറയും.
നിങ്ങൾക്ക് ലഭിച്ച ശബ്ദം എന്ന ഇൻപുട്ട് നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രഡിക്ഷൻ, തലച്ചോറിൻ്റെ പഴയ ഓർമ്മകൾ, നമ്മുടെ മുൻകാല അനുഭവങ്ങൾ, ആ സമയത്തെ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് അഥവാ വൈകാരിക അവസ്ഥ, പിന്നെ നമുക്കുള്ള പ്രതീക്ഷകൾ. ഈ 5 കാര്യങ്ങളിൽ ആ ശബ്ദം മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉച്ചരിക്കപ്പെട്ടത്. ബാക്കി 4 കാര്യങ്ങളും നമ്മുടെ തലച്ചോർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് പരിശോധിക്കാനേ നമുക്ക് ചെറിയൊരു പരീക്ഷണം നടത്താം. എനിക്ക് സംസാരിക്കാനുണ്ടോ എന്ന ഈ ഒരു വാചകം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ 5 വ്യത്യസ്ത ആളുകൾക്ക്, സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് 5 വ്യത്യസ്തമായിട്ടുള്ള ഇമോഷണൽ റിപ്ലൈസ് ആയിരിക്കും കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ഇത് കാണുന്ന ഒരാൾക്ക് വലിയ പേടി തോന്നും. കാരണം അവസാനമായിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായത്. മറ്റൊരാൾക്ക് വലിയ ദേഷ്യം വരും. കാരണം അവരുടെ സഹോദരൻ എല്ലാ ചെറിയ തർക്കങ്ങൾക്ക് മുമ്പും സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗാണ് എനിക്ക് സംസാരിക്കാനുണ്ട് എന്നുള്ളത്. അതിനാൽ അതിന് യാതൊരു വിലയും ഇല്ലാതായിരിക്കുന്നു. മൂന്നാമത്തെ ആൾ വെറും കൗതുകത്തോടു കൂടി ഇതെന്ത് മെസ്സേജ്, കാരണം മുൻപ് ഇത്തരം അനുഭവങ്ങളൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ല, അപ്പോൾ ഇവൻ എന്താ ഇങ്ങനെ അയക്കുന്നത്. അപ്പോൾ അവരുടെ തലച്ചോറിന് ഇതിനെ ഭയത്തോടെ കാണേണ്ട കാര്യമില്ല. നാലാമത്തെ ആൾക്ക് വലിയ കുറ്റബോധം തോന്നും. കാരണം അവൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് എന്ന് അവനറിയാം, അല്ലെങ്കിൽ അവൾക്കറിയാം. അതുകൊണ്ട് ഈ വരാൻ പോകുന്നത് എന്തോ കണ്ടുപിടിച്ചു എന്നുള്ള പേടികൊണ്ടാണ്. അഞ്ചാമത്തെ വ്യക്തിക്ക് യാതൊരു ഇമോഷനും ഉണ്ടാവില്ല. അവൻ അല്ലെങ്കിൽ അവൾ വേറെ ഏതെങ്കിലും ചിന്തയിലായതുകൊണ്ട് ആ വാചകം അവർക്ക് മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റില്ല. നോട്ടിഫിക്കേഷൻ കാണുന്നു, ഇതെന്ത് എന്ന് പറഞ്ഞ് കളയും. അപ്പോൾ അതങ്ങ് മാഞ്ഞു പോകും. ഒരേ വാചകം, ഒരേ വാക്കുകൾ, പക്ഷേ 5 പേരുടെ തലച്ചോറിൽ നിർമ്മിക്കപ്പെട്ടത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 5 റിയാലിറ്റീസാണ്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിനർത്ഥം ഇതാണ് എന്ന് നിങ്ങളുടെ തലച്ചോറിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില മോഡൽസ് ഉണ്ട്. നിങ്ങൾ ആ വാചകം മുഴുവൻ കേട്ടു തീരുന്നതിന് മുൻപ് തന്നെ ആ മോഡൽസ് നിങ്ങളുടെ തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ചിന്തകളെ സ്വാധീനിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നല്ല കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഭൂതകാലത്തെയാണ് ആ 4 വാക്കുകളുടെ രൂപത്തിൽ സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഈ 5 റിയാക്ഷൻസും നിങ്ങൾ ഓർത്തു വയ്ക്കണം. കാരണം ഇവിടെ നിന്നാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. ഇനി നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. അത് നമ്മളൊന്നും ചിന്തിക്കുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങൾ അധികം സംസാരിക്കുന്നതോ കുറച്ച് സംസാരിക്കുന്നതോ വളരെ വേഗത്തിൽ സംസാരിക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം. മറിച്ച് നമ്മൾ നടത്തുന്ന ഒട്ടുമിക്ക കമ്മ്യൂണിക്കേഷൻസിനും കോൺവെർസേഷൻസിനും പിന്നിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാവരും ചിന്തിക്കുന്നത് എന്നെപ്പോലെയാണ് എന്നതാണ് ആ ധാരണ. നിങ്ങൾ ഒരിക്കലും അത് പുറത്തു പറയില്ല. ആരെങ്കിലും നേരിട്ട് ചോദിച്ചാൽ പോലും നമ്മളത് സമ്മതിക്കുകയില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ ഇത് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അവർക്കെന്താ മനസ്സിലാകാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ നിമിഷവും ഈ ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഫോൾസ് കൺസെൻസസ് എഫക്റ്റ്. 1977 ലീ റോസ്, ഡേവിഡ് ഗ്രീൻ, പമേല ഹൗസ് എന്നിവർ നടത്തിയ പ്രശസ്തമായിട്ടുള്ളൊരു പഠനത്തിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. മറ്റുള്ളവരും തങ്ങളുടെ അതേ വിശ്വാസങ്ങളും പ്രയോറിറ്റീസും റിയാക്ഷൻസും പങ്കുവെക്കുന്നുണ്ട് എന്ന് ആളുകൾ എപ്പോഴും അമിതമായി വിശ്വസിക്കും എന്നാണ് അവർ കണ്ടെത്തിയത്. നിങ്ങൾക്കൊരു കാര്യം വളരെ ലളിതമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റെല്ലാ യുക്തിബോധമുള്ള ആളുകൾക്കും അത് സിമ്പിൾ ആയിരിക്കുമെന്ന് നിങ്ങളുടെ തലച്ചോറ് നിശബ്ദമായിട്ട് കൺക്ലൂഡ് ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം മോശമായി തോന്നിയാൽ മറ്റെല്ലാവരും അതിനെ മോശമായിട്ട് തന്നെ കാണും എന്ന് നിങ്ങൾ വിശ്വസിക്കും. ഇത് അഹങ്കാരമൊന്നുമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രീതി, ഇവോൾവ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. ഇവിടെ ഒരു പടി കൂടി ആഴത്തിലേക്ക് പോകണം. ഇതിൻ്റെ കൂടെ മറ്റൊരു ബയസ് കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. കേഴ്സ് ഓഫ് നോളജ് അഥവാ അറിവിൻ്റെ ശാപം. 1989 കോളിൻ കാമറർ, ജോർജ് ലോവൻസ്റ്റൈൻ, മാർട്ടിൻ വെബർ എന്നീ സാമ്പത്തിക വിദഗ്ധരാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് അറിയാത്ത ഒരാളുടെ മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് അൺലേൺ ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നീ ഇങ്ങനെ സംസാരിക്കാതെ അയാളുടെ ചെരുപ്പിനകത്ത് കയറി നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. മേ ബി കുറച്ചൊക്കെ നമുക്ക് പറ്റും, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആ അറിവില്ലാത്ത ഒരാൾ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഇല്ലാത്ത ഒരാൾ എങ്ങനെ ആയിരിക്കും ആ വിഷയത്തെ കാണുക എന്ന് കൃത്യമായിട്ട് സിമുലേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ആ അറിവില്ലാത്ത മറ്റൊരാൾ, അറിവായിരിക്കാം, സാഹചര്യമായിരിക്കാം, പണമായിരിക്കാം, എന്തുമായിരിക്കാം, പക്ഷെ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്. എന്നാൽ അതില്ലാത്ത ഒരാൾ എങ്ങനെയായിരിക്കും ആ ഒരു പർട്ടിക്കുലർ വിഷയത്തെ കാണുക എന്ന് കൃത്യമായിട്ട് സിമുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ തലച്ചോറിന് സാധിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ സ്കൂളിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള അധ്യാപകൻ തുടക്കക്കാരെ പഠിപ്പിക്കാൻ ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തിയാകുന്നത്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച്
അവർക്ക് അറിവ് കൂടുതലായതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. അവരുടെ അറിവ് അവരുടെ തലച്ചോറിനെ എന്നേക്കുമായി മാറ്റിയിട്ടുണ്ട്. അതിനാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയുടെ ആശയക്കുഴപ്പം എന്താ എന്ന് അവർക്ക് ഒരിക്കലും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റില്ല. നമ്മുടെ ചുറ്റും ഇത് സ്ഥിരമായി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. നമ്മുടെ ചുറ്റും ഏകദേശം എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് ഇടുന്ന കമൻറ്റും ഞാൻ ഈ പറയുന്ന കാര്യം തന്നെയാണോ നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതും, ഈ വീഡിയോ സിമ്പിളാണെന്ന് ഞാൻ വിചാരിച്ച് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു എന്നും പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നും പറഞ്ഞ് ചിലർ കമൻറ്റ് ചെയ്യുന്നതും, അങ്ങനെ പല സാഹചര്യങ്ങളും നമ്മുടെ സുഹൃത്തിനോട് അടി കൂടുന്നതോ, ഒരു കമൻറ്റ് ബോക്സ് ചെന്നിട്ട് ഒരാളെ നന്നാക്കാൻ ശ്രമിക്കുന്നതോ, തെറ്റിദ്ധാരണയോ അന്ധമായിട്ടുള്ള വിശ്വാസമോ ഉള്ള ഒരാളെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതോ, നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യത്തിലുള്ള മിസ്റ്റേക്കുകൾ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാകാത്തതും നമുക്ക് വട്ടാണെന്ന് അവർ പറഞ്ഞിട്ട് പോകുന്നതും ഉൾപ്പെടെ പല സാഹചര്യങ്ങളിലും ഇതുണ്ട്. ഇതൊരു കോർ പ്രോബ്ലം ആണ്. ആസ് എ കമ്മ്യൂണിക്കേഷൻ കോച്ച് എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ ഞാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു, കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ കൊടുക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു വിഷയം, മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാനസികമായിട്ടും ബിഹേവിയറലായിട്ടും എക്സിസ്റ്റൻഷ്യലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് ഇവിടെയാണ്. 11 വർഷമായിട്ട് ഒരേ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവർ പഠിപ്പിച്ച പാഠത്തിലെ ഏത് ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒരു പർട്ടിക്കുലർ കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത് എന്ന് ഓർക്കാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ്. ഇതൊരു ചെറിയ ഇൻഫ്ലമേഷൻ മാത്രമാണ് എന്ന് ഡോക്ടർ ടെക്നിക്കലി പറഞ്ഞ് വീട്ടിവിടും. പക്ഷേ ആ വ്യക്തി കേൾക്കുന്നത് എന്തോ കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖം വന്ന് ക്യാൻസർ പോലെ എന്തോ ഒന്നാണ് തനിക്ക് വന്നത് എന്ന് ഭയപ്പെട്ടായിരിക്കും അയാൾ തിരിച്ച് വീട്ടിൽ പോവുക. ആ റൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് വളരെ നിസ്സാരമായിട്ടൊരു എഞ്ചിനീയർ ചിന്തിച്ച് പറയുമ്പോൾ വേറൊരാൾ ചിന്തിക്കുന്നത് എൻ്റെ പൊന്നെ അതെന്തോ വലിയ കണക്കാണ്, അതിന് പോളിടെക്നിക്കൊക്കെ പഠിക്കണം, വലിയ എന്തോ പ്രോസസ്സാണ് എന്ന് വിചാരിക്കും. ശാസ്ത്രം സാധാരണക്കാർക്ക് വിശദീകരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഞാൻ JR സ്റ്റുഡിയോ എന്ന് പറയുന്ന ചാനലിൽ ശാസ്ത്രം പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ 500 തവണ ഉപയോഗിച്ച് പഴകിയ ഒരു വാക്ക് നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ആ ചാനലിലേക്ക് വരികയോ കുറേ നാൾക്ക് ശേഷം സയൻസ് വീഡിയോ കാണുമ്പോഴോ കേൾക്കുന്നത്. ഇപ്പോൾ റിലേറ്റിവിറ്റിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോഡേൺ ഫിസിക്സിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നെ കാണുന്ന ആളുകൾക്ക് ഇത് അറിയാം, അപ്പോൾ നമ്മൾ മറന്നു. ബട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാൾക്ക് ആ ഒറ്റ റീസൺ മതി, ഈ പറയുന്ന കാര്യം പിടികിട്ടുന്നില്ല എന്ന് തിരിയാൻ. തങ്ങളുടെ സ്വന്തം തലച്ചോറിൽ വ്യക്തതയുള്ള യുക്തിയുള്ള ഒരു തീരുമാനം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളെ കണക്കാക്കുക. അവരത് കാര്യമായിട്ട് വിശദീകരിക്കുകയാണ്. നിനക്കത് മനസ്സിലാവും, നീ ഇപ്പം മൊബൈൽ ഫോൺ ഇത്ര കുട്ടിക്കാലത്ത് ഉപയോഗിച്ചാൽ ഇതാണ് ഇഷ്യൂ, നീ ഇപ്പോഴേ ബൈക്ക് ഓടിച്ചാൽ ഇതാണ് കുഴപ്പം, അല്ലെങ്കിൽ നീ ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ നിൻ്റെ ഭാവി ഇങ്ങനെയാവും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ കുട്ടിക്കില്ലാത്ത 30 വർഷത്തെ അനുഭവ പരിചയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവനോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ വളരെ കുറച്ച് വർഷം ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല. ഇവരെല്ലാം സംസാരിച്ചതിന് ശേഷം പറയാം, ഞാൻ പക്ക പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളെല്ലാം അവന് മനസ്സിലായി, അവർക്ക് മനസ്സിലായി എന്നാണ്. പക്ഷെ അവർ ചെയ്തത് അതല്ല. അവരുടെ തലച്ചോറിലെ മാപ്പിനനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ വിശദീകരിച്ചത്. എന്നിട്ട് അവർ ആ മാപ്പ് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അതേ വഴിയിലൂടെ നടന്ന് താൻ നിൽക്കുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. ഇനി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പാറ്റേൺ തന്നെയാണ് എൻ്റെ വീഡിയോ പ്രസൻറ്റേഷനിൽ വരുന്നത്. കാരണം ആളുകൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. ഓരോ വ്യക്തിയും ലൈവായി തത്സമയം അവരുടെ തലച്ചോറിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഏത് ഫിൽറ്ററാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിലൊന്നാണ് കൺഫർമേഷൻ ബയസ്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന വിവരങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യും. ബാക്കിയുള്ള എല്ലാ കാര്യവും നിങ്ങളുടെ തലച്ചോറ് സൈലൻ്റായിട്ട് ഒഴിവാക്കും. അതുകൊണ്ട് 2 പേർ ഒരേ സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഉറപ്പോടെ പറഞ്ഞ് വിശ്വസിച്ച് അവിടെ നിന്ന് മടങ്ങാൻ പറ്റും. ഒരു ഡിബേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചർച്ച നടക്കുന്നു. അവിടെ ഒരു എൻഡ് പോയിന്റിൽ ഒരാൾ പരാജയപ്പെട്ട് മറ്റൊരാൾ വിജയിച്ചു പോവുകയല്ല. താൻ പറഞ്ഞതാണ് ശരി, തൻ്റെ ഭാഗമാണ് വിജയിച്ചത് എന്ന് പറഞ്ഞാണ് അവർ മടങ്ങുക. മറ്റൊന്നാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. നിങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും പുതിയതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലായി സ്വാധീനിച്ചതോ ആയ ഒരു അനുഭവം എന്താണോ അതായിരിക്കും ഏറ്റവും സാധാരണമായിട്ടുള്ള സത്യം എന്ന് നിങ്ങളുടെ തലച്ചോറ് വിശ്വസിക്കും. അതുകൊണ്ടാണ് പഴയ ഒരു മോശം അനുഭവമോ പ്രയോഗമോ ഭാവിയിൽ നിങ്ങൾ നടത്തുന്ന മുഴുവൻ സംഭാഷണത്തെയും സൈലൻ്റ് ആയിട്ട് മാറ്റിമറിക്കുന്നത്. ഇതിനെല്ലാത്തിനും താഴെയായിട്ട് ആ നിമിഷത്തിലെ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിനുമുണ്ടൊരു പങ്ക്. സമ്മർദ്ദം, ഭയം, മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്ത പഴയകാല ട്രോമകൾ, നിങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ മാതൃഭാഷയുടെ സ്വാധീനം, വിദ്യാഭ്യാസം, എന്തിന് നമ്മുടെ അന്നത്തെ ഹോർമോണൽ മൂഡ് പോലും ഇതിനെ സ്വാധീനിക്കും. ഇത് ഏറ്റവും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം നോക്കണം. ഒരു വിമർശനം 4 പേര് കേൾക്കുന്നു എന്ന് കരുതുക.
ഒന്നാമത്തെ വ്യക്തി അത് കേൾക്കുമ്പോൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും. അതൊരു നല്ല വിവരമായിട്ട് എടുത്തിട്ട് മാറ്റങ്ങൾ വരുത്തി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും. രണ്ടാമത്തെ വ്യക്തി കൃത്യം ഇതേ വാചകം കേൾക്കുമ്പോൾ ആ ദിവസം മുഴുവൻ വിഷമത്തിലാവും. മൂന്നാമത്തെ വ്യക്തി അത് കേൾക്കുമ്പോൾ വലിയ പ്രതിരോധം തീർക്കും. അങ്ങനെയൊന്നും അല്ല, അത് കറക്റ്റ് അല്ല, നിനക്ക് തെറ്റാണ്, നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയും. എന്നിട്ട് ദേഷ്യപ്പെടും. കാരണം അവരുടെ നാഡീവ്യൂഹം വിമർശനത്തെ ഒരു ആക്രമണമായിട്ടാണ് കാണുന്നത്. ബട്ട് നാലാമത്തെ വ്യക്തി അത് കേൾക്കുന്നുണ്ടെങ്കിലും അവൻ എന്തോ പറയട്ടെ എന്നും പറഞ്ഞ് പൂർണ്ണമായി അവഗണിക്കും. പുറത്ത് യാതൊരു റിപ്ലൈ ഉണ്ടാവില്ല. ഒരേ വാചകം, ഒരേ വ്യക്തി, ഒരേ ടോൺ, പക്ഷേ 4 വ്യത്യസ്ത തലച്ചോറുകൾ 4 വ്യത്യസ്ത ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചാണ് പ്രോസസ്സ് ചെയ്തത്. അങ്ങനെ ഒരേ ഇൻപുട്ടിൽ നിന്നും 4 വ്യത്യസ്ത ഔട്ട്പുട്ട്സ് ഉണ്ടായി. നിങ്ങൾ വളരെ റാഷണലായിട്ട് പറഞ്ഞൊരു കാര്യം മറ്റൊരാൾക്ക് വലിയൊരു അറ്റാക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. നിങ്ങൾ പറഞ്ഞ വാചകം മാറിയിട്ടില്ല, പക്ഷേ അത് സ്വീകരിച്ച ഫിൽറ്റർ മാറി. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, അയാൾ എന്തെടുത്തു അല്ലെങ്കിൽ അവൾ എന്ത് കേട്ടു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ട്. അവിടെയാണ് ഈ കേൾക്കുന്ന ആളിൻ്റെ ഒരു സാന്നിധ്യം വരുന്നത്. ഇവിടെയാണ് ഓൺലൈനിൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ജ്യോതിഷം പോലെയുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളിലല്ല, കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെ പിൻബലമുള്ള കാര്യങ്ങളിൽ നമുക്കത് കാണാം. പേഴ്സണാലിറ്റി സൈക്കോളജിയിലെ ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് സപ്പോർട്ടുള്ള മോഡലിനെ ബിഗ് 5 എന്നാണ് വിളിക്കുന്നത്. പോൾ കോസ്റ്റ, റോബർട്ട് മക്രോ പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ പതിറ്റാണ്ടുകളോളം നടത്തിയ ഗവേഷണങ്ങളിലൂടെയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഓപ്പൺനെസ്, കൺസെൻഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, ആംഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസിസം എന്നിങ്ങനെ 5 വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളാണ് ഇതിനുള്ളത്. ചുരുക്കത്തിൽ ഓഷൻ എന്ന് വിളിക്കാം. ലോകത്തുള്ള ഓരോ മനുഷ്യരും ഈ 5 സ്വഭാവങ്ങളുടെ ഒരു സ്പെക്ട്രത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുക. നിങ്ങളതിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ വിവരങ്ങൾ കൈമാറുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ സ്വാധീനിച്ചിരിക്കുന്നു. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, ഒരു സംഭാഷണത്തിലെ തർക്കങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയും, ഒരു വിമർശനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്ന് ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യും എന്നതൊക്കെ ഈ സ്വഭാവത്തെ ആശ്രയിച്ചാണ്. എന്നാൽ പലരും ഇവിടെ ഒഴിവാക്കുന്നൊരു സത്യമുണ്ട്. ശാസ്ത്രജ്ഞർ ഒരിക്കലും മനുഷ്യരെ കൃത്യമായ 4 പെട്ടികളിലാക്കി മാറ്റുന്നില്ല. ബിഗ് 5 എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം മോഡലാണ്, അതല്ലാതെ മനുഷ്യരെ തരംതിരിക്കാനുള്ള ഒരു സിസ്റ്റം അല്ല. യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ വ്യക്തിത്വം എന്നുള്ളത് ഏതെങ്കിലും ഒരു സിമ്പിൾ ഫ്രെയിം വർക്കിൽ ഒതുക്കാനൊന്നും പറ്റില്ല. അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. എന്നാലും കോർപ്പറേറ്റ് ലോകത്ത് കാണുന്ന ഡിസ്ക് പോലെയുള്ള സിസ്റ്റങ്ങൾ പൂർണ്ണമായിട്ടും സയൻറ്റിഫിക് അല്ലെങ്കിലും ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ടൂളുകൾ എന്നുള്ള നിലയിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു സാറ്റലൈറ്റ് ഫോട്ടോ അല്ലെങ്കിലും ഒരു നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ ഒരു സാധാരണ മാപ്പ് നമ്മളെ സഹായിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് പല കമ്പനികളും HR ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറ ഉള്ളതുകൊണ്ടൊന്നുമല്ല, മറിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റിയാലിറ്റിയെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അവ സഹായിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവ എന്താണെന്നും എന്തല്ലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാണാൻ കഴിയാത്ത ഒരു പാറ്റേണിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടിക്കൽ മോഡൽസാണവ, അല്ലാതെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ 4 തരം ആളുകളെന്ന് പറയുമ്പോൾ ഞാൻ 100% ഉറപ്പുള്ളൊരു കാര്യമല്ല പറയുന്നത്, പക്ഷേ സംവാട്ട് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്നൊരു ഫ്രെയിം വർക്കിനെയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ലോകത്ത് 4 തരം ആളുകളുണ്ട് എന്ന് പറയുന്നതിന് പകരം കൂടുതൽ കൃത്യതയോടെ വേണമെങ്കിൽ ഞാനൊന്ന് റിഫൈൻ ചെയ്ത് പറയാം. ഒട്ടുമിക്ക സംഭാഷണങ്ങളിലും പ്രധാനമായിട്ടും 4 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ രീതികളാണ് കാണാൻ കഴിയുക. മിക്ക ആളുകളും ഇതിനെ 1-2 ശൈലികളായിട്ടായിരിക്കും കൂടുതൽ എടുക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ലീൻ ചെയ്ത് നിൽക്കുക, പ്രത്യേകിച്ച് വളരെ പ്രഷറുള്ള സമയത്ത്. ഇതിൽ ആദ്യത്തേത് റിസൾട്ട് മാത്രം നോക്കുന്നവരാണ്. അവർക്ക് വേഗതയും കൃത്യമായ തീരുമാനങ്ങളും റിസൾട്ടുമാണ് വേണ്ടത്. അവർക്ക് പഴയ കഥകളോ പശ്ചാത്തലമോ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. പ്രധാന വിഷയം പറയുന്നതിന് മുമ്പ് 3 ഉദാഹരണങ്ങൾ പറയുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ആദ്യം കാര്യം പറയുക, സംശയം ഉണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യും എന്നതാണ് അവരുടെ രീതി. മറ്റുള്ളവർക്ക് ഇവർ വളരെ റഫായിട്ടും ഇമോഷൻ ഇല്ലാത്തവരുമായിട്ടും തോന്നാം. എന്നാൽ അവരുടെ ഉള്ളിൽ അവർ മോശക്കാരായിട്ട് പെരുമാറുകയല്ല, മറിച്ച് അവർ സമയം ലാഭിക്കാൻ നോക്കുകയാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനുള്ള ആളുകൾ ബന്ധങ്ങൾക്കും കഥകൾക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവർക്ക് ഊർജ്ജവും തമാശയും മനുഷ്യരും നിറഞ്ഞ സംഭാഷണങ്ങളാണ് വളരെ ഇഷ്ടം. വെറും വസ്തുതകൾ മാത്രം പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്തരക്കാർക്ക്. കഥകളിലൂടെയാണ് അവർ കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നത്. റിസൾട്ട് മാത്രം നോക്കുന്ന ഒരാൾക്ക് ഇത് വെറും സമയനഷ്ടമായിട്ട് തോന്നാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കഥ പറയാതിരിക്കുക എന്നുള്ളത് വിഷയത്തിൻ്റെ ഡെപ്ത് പോകുന്നതിന് തുല്യമാണ്. മൂന്നാമത്തെ ആളുകൾ സമാധാനവും സ്ഥിരതയും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ക്ഷമയും കൺസിസ്റ്റൻസിയുമായിട്ടുള്ള സ്റ്റേറ്റാണ് വേണ്ടത്. പെട്ടെന്നുള്ള മാറ്റം, ഉറക്കെ സംസാരിക്കുക, ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവുക, ഇതൊന്നും അവർക്ക് വലിയ കാര്യമില്ല, മറിച്ച് അവരെ അത് നിശബ്ദരാക്കും.
അവർ വളരെ പതുക്കെയും വളരെ ശ്രദ്ധയോടും കൂടിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു സംഭാഷണത്തിൽ അവർ നിശബ്ദരാകുന്നത് അവർക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ മുറിയിൽ മറ്റുള്ളവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർക്ക് ആലോചിക്കാൻ ആവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലത്തെ വീഡിയോസുകൾ കാണാനും പഴയ വീഡിയോസ് നിങ്ങളുടെ ഹോം പേജിൽ വരാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഈ പറയുന്ന ടൈപ്പ് ആളുകളിൽ ഏത് ടൈപ്പ് ആളുകളാണ് നിങ്ങളെന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് PDF ആയിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം എൻ്റെ കമ്മ്യൂണിക്കേഷൻ കോഴ്സിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. രണ്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ഇനി 4ാമത്തെ ടൈപ്പ് ആളുകൾ കൃത്യതയും വിവരങ്ങളും നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ്. അവർക്കൊരു കാര്യം ചെയ്യാൻ ഉറപ്പ് നൽകുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള എവിഡൻസും ഇൻഫർമേഷനും പ്ലാനും ആവശ്യമുണ്ട്. വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അവരിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കും. എല്ലാം ശരിയാകുമെന്ന് അവരോട് പറയുന്നത് ഒരാശ്വാസമേ അല്ല, മറിച്ച് യാതൊരു ഡാറ്റയും ഇല്ലാതെ വലിയൊരു അപകട സൂചനയായിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൂട്ടിമുട്ടുമെന്ന് നോക്കാം. ഈ കാറ്റഗറി പെടുന്ന ഏതെങ്കിലും 2 പേരെ ഈ ഫ്രെയിം വർക്കിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ഒരു മുറിയിലിരുത്തിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പരീക്ഷണം. റിസൾട്ട് മാത്രം നോക്കുന്ന ഒരു ബോസ് 2 വരിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു എന്ന് വിചാരിക്കാം. അവരുടെ മനസ്സിൽ അവർ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു എന്ന് തോന്നും. എന്നാൽ കൃത്യതയും വിവരങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാഫ് ആ 2 വരികൾ വളരെ ഡേഞ്ചറസ് ആയിട്ടും ഇൻകംപ്ലീറ്റ് ആയിട്ടുമാണ് എടുക്കുക. കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് അവർ അടുത്ത 1 മണിക്കൂർ മുഴുവൻ ടെൻഷനിലായിരിക്കും. ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ട്ണർ തനിക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കുന്നതിന് മുമ്പായിട്ട് 5 മിനിറ്റ് നീളുന്ന ഒരു കഥ പറയാറുണ്ട്. എന്നാൽ റിസൾട്ട് നോക്കുന്ന മറ്റേ പാർട്ട്ണർ ഇത് കേൾക്കുമ്പോൾ തന്നെ അക്ഷമ തോന്നുകയും നിനക്ക് യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്യും. ഈ അക്ഷമ കാണുമ്പോൾ കഥ പറയുന്ന ആൾക്ക് തോന്നും തന്നോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അവർ 2 പേരും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് 2 രീതിയിലാണ് എന്നതുകൊണ്ടാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് ഒരു വലിയ തർക്കത്തിനിടയിൽ സൈലൻ്റ് ആവും. കൃത്യത ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് വിചാരിക്കുന്ന താൻ വാദത്തിൽ വിജയിച്ചു എന്നാണ്, അതുകൊണ്ടാണ് അവൻ സൈലൻ്റായി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ ഒരു 30 സെക്കൻഡ് കൂടി ആവശ്യമുണ്ടായിരുന്നു. ഒരു 30 സെക്കൻഡ് എന്നത് മാത്രമാണ് സത്യം. ഇവരിലാരും തെറ്റുകാരല്ല, ഇവരിലാരും ആശയവിനിമയം നടത്താൻ അറിയാത്തവരുമല്ല. അവർ എല്ലാവരും അതിൽ മിടുക്കരാണ്. പക്ഷേ അവർ സംസാരിക്കുന്നത് മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാകാത്ത തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷയിലാണെന്ന് മാത്രം. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുക? ഇതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷനുണ്ട്. സോഷ്യൽ സൈക്കോളജിസ്റ്റായ ഹെവാർഡ് ഗൈൽസ് 1970കളിൽ ഡെവലപ്പ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ അക്കോമഡേഷൻ തിയറി എന്നൊരു സിസ്റ്റമാണ് ഇതിനായിട്ട് എനിക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയത്. ഈ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ വളരെ സിമ്പിളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായിരിക്കാം. നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുമായി കൂടുതൽ സാമ്യം തോന്നുന്ന രീതിയിൽ ആളുകൾ സ്വാഭാവികമായി തങ്ങളുടെ സംസാര രീതിയും ടോണും വേഗതയും മാറ്റാറുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലെയല്ല സയൻസ് പറയുന്നത്, അതുപോലെയല്ല ബിസിനസ് കേസ് സ്റ്റഡീസ് പറയുന്നത്. കാരണം ഓഡിയൻസിന് ഡിഫറൻസ് ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ തന്നെ സയൻസ് വീഡിയോ കുറച്ചുകൂടെ ഗഹനമായിട്ട് സ്പീഡിലൊക്കെ ആഴത്തിലാണ് പറയാറുള്ളത്. ബിസിനസ് കേസ് സ്റ്റഡി കുറച്ചുകൂടെ കഥയായിട്ടാണ് പറയാറുള്ളത്. ഈ ചാനലിൽ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. സോ ഇത്തരത്തിൽ മാറുമ്പോൾ നമ്മൾ ആരോടാണോ പറയുന്നത് അവർക്കനുസരിച്ച് നമ്മൾ നമ്മുടെ രീതികൾ മാറ്റുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുക എളുപ്പമായി മാറും, വിശ്വാസം ഉണ്ടാവും. അല്ല നമ്മൾ പേഴ്സണാലിറ്റി മാറുന്നതല്ല. നീ അവനോട് അങ്ങനെയല്ലേ സംസാരിച്ചത്, പക്ഷേ എന്നോട് ഇങ്ങനെ എന്തുകൊണ്ട് പെരുമാറുന്നു എന്നൊരാൾക്ക് സംശയം തോന്നിയാൽ അവനോട് മനസ്സിലാവുന്ന രീതി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തു, എന്നിട്ട് ആ രീതിയിൽ ഞാൻ ഇടപെട്ടു. അവന് കാര്യങ്ങൾ മനസ്സിലാവുന്ന പോലെയല്ല നിനക്ക് മനസ്സിലാവുക, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഫ്ലെക്സിബിളായി എന്നേ അവിടെ പറയാൻ പറ്റൂ. ഇതൊരിക്കലും അഭിനയിക്കുന്നതിന് തുല്യമല്ല. ഈ ഒരു വ്യത്യാസം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ സത്യമായൊരു കാര്യത്തെ ആൾട്ടർ ചെയ്യല്ല, നിങ്ങളുടെ വാല്യൂസിനെയോ നിങ്ങളുടെ ബൗണ്ടറീസിനെയോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ ഒന്നും മാറ്റുന്നില്ല. നമ്മൾ മാറ്റുന്നത് അതിൻ്റെ പാക്കേജിംഗ് ആണ്. സംസാരിക്കുന്ന വേഗത, നൽകുന്ന വിവരങ്ങളുടെ അളവ്, ഇമോഷണൽ ആയിട്ടുള്ള ഡെപ്ത് ഇവയൊക്കെ മാറ്റുക വഴി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അതേ സത്യം യാതൊരു കോട്ടവും തട്ടാതെ മറ്റൊരാളുടെ തലച്ചോറിലേക്ക് സേഫായിട്ട് എത്തിക്കാൻ നമുക്ക് പറ്റുമോ? ഇതിനായിട്ട് ചില കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മിററിങ്, അതായത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ ഊഴം വരാൻ കാത്തിരിക്കുന്നതിന് പകരം അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. അടുത്തതാണ് എമ്പതി, അതായത് അവർ പറയുന്നത് മാത്രം കേൾക്കാതെ അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തിയറി ഓഫ് മൈൻഡ്, അതായത് എനിക്കെന്തറിയാം അവർക്കെന്തറിയാം എന്ന 2 വ്യത്യസ്ത മാപ്പുകൾ ഒരേ സമയം തലച്ചോറിൽ സൂക്ഷിക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ മറ്റൊരാളായി മാറാൻ ശ്രമിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ആശയങ്ങളെ മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുകയാണ്. ഒരു സിദ്ധാന്തം തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. ഇതെങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാമെന്ന് നോക്കാം.
മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശാന്തരാവുക. അവരുടെ രീതികളോട് വിയോജിക്കുന്നതിന് മുമ്പ് അവരുടെ നല്ല ഉദ്ദേശത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. മാതാപിതാക്കളുമായിട്ടുള്ള ഒട്ടുമിക്ക തർക്കങ്ങളും ആ വിഷയത്തെക്കുറിച്ചല്ല, അവരെ തിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ കേൾക്കാൻ തയ്യാറായില്ല എന്നതിനെക്കുറിച്ചായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ പാർട്ട്ണറിനോട് സംസാരിക്കുമ്പോൾ അവർ ശാന്തരായിരിക്കുമ്പോഴല്ല, മറിച്ച് സമ്മർദ്ദത്തിലുള്ളപ്പോൾ ഈ 4 രീതികളിൽ ഏതാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്ക്. സ്ട്രെസ്സ് വരുമ്പോൾ പലരുടെയും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ പൂർണ്ണമായും മാറാറുണ്ട്. ഇനി കുട്ടികളോട് സംസാരിക്കുമ്പോൾ ദ കഴ്സ് ഓഫ് നോളജ് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് നോളജ് അത് കുട്ടികളെ അപ്ലൈ ചെയ്യുമെന്ന്, അത് നമ്മൾ എവിടെയാണ് വരുന്നത് എന്ന് ഓർത്തു വയ്ക്കണം. നിങ്ങൾക്ക് വളരെ ലളിതമായി തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചെടുക്കാൻ ഏകദേശം 30 വർഷത്തോളം എടുത്തിട്ടുണ്ട് എന്ന സത്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അവർക്കത് അങ്ങനെ ഒരിക്കലും ആയിരിക്കാനും പാടില്ല. നിങ്ങളുടെ ബോസിനോട് സംസാരിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ വ്യക്തമല്ലെങ്കിൽ വെറുതെ ഊഹിക്കാതെ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുക. ഒരു വലിയ ജോലി തെറ്റായി ചെയ്ത് വീണ്ടും ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ ബോസിനോട് ചോദിച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ശരിയായി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ റിസൾട്ട് മാത്രം നോക്കുന്ന ആളും അവർ കൃത്യമായ വിവരങ്ങൾ ആഗ്രഹിക്കുന്ന ആളുമാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ എടുക്കുന്ന ആ 2 മിനിറ്റ് ഒരിക്കലും സമയനഷ്ടമല്ല. അത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ കൃത്യമായി നടപ്പിലാക്കുന്നതിനും അല്ലെങ്കിൽ സ്വന്തമായി ഊഹിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പാണ്. ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ആകുമ്പോൾ എപ്പോഴും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഞാൻ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ടോ, അതോ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ വെറുതെ വിശ്വസിക്കുകയാണ്? ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അവരുടെ നിശബ്ദത എപ്പോഴും സമ്മതമല്ല, വേഗത എപ്പോഴും ആവേശമല്ല. അത് മനസ്സിലാക്കുക. ഊഹിക്കുന്നതിന് പകരം അവരോട് ചോദിക്കുക. ഒരു കസ്റ്റമറിനോട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് അവരുടെ ഫിൽറ്ററിലൂടെയാണ്, നിങ്ങളുടെ ഫിൽറ്ററിലൂടെ അല്ല. നിങ്ങൾക്ക് തികച്ചും അന്യായമായി തോന്നുന്ന ഒരു പരാതി ആ സാഹചര്യത്തെക്കുറിച്ചുള്ള അവരുടെ മോഡലിൽ പൂർണ്ണമായും റാഷണലാണ്. ഒരു വ്യൂവർ എന്നോട് സംസാരിക്കുമ്പോൾ, ഇൻസ്റ്റയിലും മറ്റും സംസാരിക്കുമ്പോൾ, ഇത് വ്യക്തിപരമായിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണാറുണ്ട്. ഓരോ കമൻറ്റ് സെഷനും വ്യത്യസ്തമായ മോഡൽസും മുൻവിധികളും ഇമോഷണൽ സ്റ്റേറ്റും ഒക്കെ ആളുകൾ നിറഞ്ഞൊരു മുറിയായിട്ടാണ് എനിക്ക് വീഡിയോയിൽ തോന്നുക. ഞാൻ എഴുതിയ ഒരേ വാചകം വായിച്ച് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൻ്റെ 5 വ്യത്യസ്ത പതിപ്പുകളാണ് എൻ്റെ പല ഓഡിയൻസ് മനസ്സിലാക്കുന്നത്. ഫിസിക്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആളുകൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ വർഷങ്ങളോളം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടുണ്ട്. വലിയ എഞ്ചിനീയർമാരും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തവരും കാണുന്ന ഡോക്യുമെൻ്ററികൾ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റേജിലും ക്യാമറയ്ക്ക് മുന്നിലുമായി ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പല ബുക്കിംഗ് വരാറുണ്ട്. അതുപോലെ തന്നെ പലരും പേഴ്സണൽ കൺസൾട്ടേഷൻ എന്നോട് എടുക്കാറുണ്ട്. അതിന് ഞാനൊരു ഫിക്സഡ് പേയ്മെൻറ്റ് വെച്ചിട്ട് സംസാരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സമയം ഞാൻ അവരുടെ ജീവിതത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ ജോലി ചെയ്യുന്ന രീതിയെ തന്നെ മാറ്റിയ വലിയ പാഠങ്ങളുണ്ട് വർഷങ്ങളായിട്ട്. അതത്ര സുഖമുള്ളൊരു കാര്യമല്ലെങ്കിലും സത്യമാണ്. നിങ്ങൾക്ക് വലിയ ബുദ്ധി ഉണ്ടായി എന്നുള്ളത് നിങ്ങളെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആക്കുന്നില്ല, മറിച്ച് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അതിൽ വിജയിക്കുന്നത്. ഒരു കാര്യം എൻ്റെ തലച്ചോറിൽ വളരെ വ്യക്തവും ശരിയുമാണെങ്കിൽ അത് എളുപ്പത്തിൽ മറ്റൊരാളുടെ തലച്ചോറിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് പണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെ എല്ലാവരുടെ അടുത്തും നടക്കില്ല, ഒരിക്കലും നടന്നിട്ടുമില്ല. ഒരാശയം മറ്റൊരാളുടെ മനസ്സിലേക്ക് സുരക്ഷിതമായി എത്തുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ ആ വിഷയം എത്രത്തോളം മനസ്സിലാക്കി എന്നതിലല്ല, അത് മാത്രമല്ല, മറിച്ച് ഞാനത് ആർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തിയെ ഞാൻ എത്രത്തോളം മനസ്സിലാക്കി എന്നതിൽ കൂടി ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. സോ ഏതൊരു പുസ്തകവും എന്നെ പഠിപ്പിച്ചതിനേക്കാൾ വേഗത്തിൽ യൂട്യൂബ് കമൻറ്റുകൾ എന്നെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഒരേ രീതിയിൽ വിശദീകരിച്ച ഒരേ വീഡിയോ കണ്ടിട്ട് ഒരു വ്യക്തി ഇതെൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണ്. അവർ രണ്ടുപേരും പറയുന്നത് അവരുടെ യഥാർത്ഥ സത്യമാണ്. ആ 2 പേർക്കും ഇടയിൽ എൻ്റെ വീഡിയോ മാറിയിട്ടില്ല. പ്രെഡിക്റ്റീവ് പ്രോസസ്സിംഗ് പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് അവരുടെ സ്വന്തം തലച്ചോറാണ്. നമ്മൾ വർഷങ്ങളോളം കണക്കും സയൻസും ടെക്നോളജിയും പഠിക്കുന്നു. എന്നാൽ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കാൻ നമ്മൾ 1 മണിക്കൂർ പോലും ചിലവാക്കുന്നില്ല, സ്വന്തം പങ്കാളിയാണെങ്കിൽ പോലും. ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിയായ വാക്കുകൾ കണ്ടെത്തുന്നതല്ല, അത് വാക്കുകൾ കേൾക്കുന്ന ചെവിക്ക് പിന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കുന്നത് അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ളൊരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓർഗനൈസേഷനിലോ സ്കൂളിലോ ഒക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും താഴെ ലിങ്കിലുണ്ടാവും. സോ നമ്മൾ കൃത്യമായ ആശയങ്ങളെ വിവർത്തനം ചെയ്യാൻ പഠിക്കണം. കോപ്പിയല്ല, പക്ഷേ പൂർണ്ണമായ അംഗീകാരത്തോടെ നല്ല സംഭാഷണങ്ങളോടെ വിവരങ്ങൾ കൈമാറാനും നമ്മുടെ യൂണിവേഴ്സ് അല്ല മറ്റൊരാളുടെ യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ യൂണിവേഴ്സിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിലേക്ക് ഇൻട്രാക്ട് ചെയ്യുകയാണെന്ന് തിരിച്ചറിയാനും നമുക്ക് പറ്റിയാൽ മാത്രമേ പല കാര്യങ്ങളും വിജയിക്കാൻ പറ്റൂ. അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഡെയിലി ലൈഫിലായാലും സോഷ്യൽ സ്കിൽസിലായാലും ഏത് കാര്യത്തിലായാലും കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ചാനലിൽ കൂടുതൽ ഞാൻ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബൈൻഡ് ചെയ്താണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. എന്ത് കാര്യത്തിനകത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പ്രൊഡക്ടിവിറ്റി ആയാലും സെൽഫ് ഹെൽപ്പ് ആയാലും പേഴ്സണൽ ഗ്രോത്ത് ആയാലും
ബിസിനസ് സ്ട്രാറ്റജീസ് ആയാലും എന്തിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാം, അത് അറിയിക്കാം. കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ സ്വന്തം തലച്ചോറിലെ ഫിൽറ്ററിലൂടെയാണ് ഞാൻ കമൻറ്റുകൾ കാണുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും പരസ്പരം അങ്ങനെ ആവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.